പ്രിയപ്പെട്ടവർ, ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. ഒരു ഡോക്ടറാണ്, ഡോക്ടർ ഏലിയാസ് എന്ന് പറയും. അവരെ അമ്മയ്ക്ക് ഇൻഷുറൻസ് റിജക്റ്റ് ആയ, ഇൻഷുറൻസ് ക്ലെയിം കിട്ടാത്തൊരു സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അവർ 6 വർഷമായിട്ട് പെർമനൻ്റായിട്ട് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലെ ഒരു കസ്റ്റമറായിരുന്നു. കുഴപ്പമൊന്നുമില്ലാതെ വളരെ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവരിത് പോർട്ട് ചെയ്യുന്നത്. HDFC എർഗോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാണ്. ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി ബസാറാണ്. അങ്ങനെ പോളിസി ബസാർ ഇവർക്ക് ഓൾറെഡി സ്റ്റാർ ഇൻഷുറൻസിൽ എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നവരെ പിടിച്ച് പോർട്ട് ചെയ്തപ്പം ആ പോർട്ട് ഇവരെ HDFC എർഗോ ആദ്യം ആക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ വ്യക്തമായി കൊടുത്തപ്പോൾ പിന്നെ അവർ ആക്സെപ്റ്റ് ചെയ്തുള്ള മെസ്സേജൊക്കെ വന്ന് പിന്നെ ഇപ്പോൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പം അവർ മെസ്സേജ് വന്നു, നിങ്ങൾക്ക് പോളിസി എന്നോ ഞങ്ങൾ ക്യാൻസലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആ പോളിസി ഫണ്ട് ഞങ്ങൾ റീഫണ്ട് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് ക്യാൻസലാക്കിയെന്നുള്ളവർ അറിയുന്നത്. അങ്ങനെ അഡ്മിറ്റ് ആയപ്പോഴുള്ള ഒരു പൈസ അവർക്ക് കിട്ടിയില്ല. പിന്നെ ഇവർ കൂടിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് പോളിസി ഞങ്ങൾ റിന്യൂ ചെയ്ത് തരാം, പക്ഷേ ഇപ്പോൾ അഡ്മിറ്റ് ആയപ്പോഴുള്ള പണം ഞങ്ങൾ തരില്ല എന്ന്. എന്താണ് ഇത്തരം ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ഇൻഷുറൻസ് പ്രോബ്ലം ഉണ്ടായ സമയത്ത് ഞാനത് പറഞ്ഞപ്പം ഒരുപാട് പേര് എന്നെ സഹായിക്കുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തപ്പം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതിനനുസരിച്ച് ഡിസിഷൻ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ പോളിസി ബസാറാണോ, HDFC എർഗോ ആണോ തെറ്റുകാർ? അതോ എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചോ? അതേപോലെ പോർട്ട് ചെയ്യുക എന്നുള്ളത് തെറ്റായ ഒരു തീരുമാനമാണോ? ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ മറ്റൊരു കമ്പനിക്ക് പോർട്ട് ചെയ്യുക എന്നുള്ളത് തെറ്റായ തീരുമാനമാണോ? എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സുഹൃത്തിന് ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഒരുപാട് സഹായിക്കാവുന്നതാണ്. ഓക്കെ.